ലൈഫ് ഫീഡ് കൊടുക്കുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ കുഞ്ഞുങ്ങൾക്കായിരിക്കും കൂടുതൽ നമ്മൾ ലൈഫ് ഫീഡ് കൂടുതൽ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മൗത്ത് സൈസ് അനുസരിച്ചിട്ടുള്ള ലൈഫ് ഫീഡ് ആയിരിക്കും കൂടുതലും സജസ്റ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളതിൽ ബ്ലഡ് ബോം വരുന്നുണ്ട്. ബ്ലഡ് ബോം കുഞ്ഞുങ്ങൾക്ക് നല്ലതാണെന്ന് എഴുതിയിട്ട് വളരെ 2-3 ദിവസം അല്ലെങ്കിൽ 3 ആഴ്ച പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് കൊണ്ടുവന്ന് ഈ ബ്ലഡ് ബോം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ബ്ലഡ് ബോം നീളമുള്ളതാണ്. കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നീളമുള്ള ഈ ഒരു ബോം ഇവരുടെ തൊണ്ടയിൽ കൊടുക്കുകയും തട്ടിപ്പോവുകയും ചെയ്യും. അപ്പം ലൈഫ് ഫീഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ മൗത്ത് സൈസ് ആയിട്ടുള്ള, അവരുടെ വായിൽ ഈസി ആയിട്ട് കഴിക്കത്തക്ക രീതിയിലുള്ള ലൈഫ് ഫീഡ് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. ലൈഫ് ഫീഡ് നമ്മൾ കൊടുത്താൽ നമുക്ക് റിസൾട്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എഗ് ലേ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മൂവ്മെന്റ് വളരെയധികം കുറവായിരിക്കും. കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് ലൈഫ് ഫീഡ് ആവുമ്പോൾ എന്ത് പറ്റും, ലൈഫ് ഫീഡ് ഈ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ടിൽ വരികയും മീനുകൾക്ക് അത് കഴിക്കാനും പറ്റും. അതേസമയം നമ്മളൊരു പെലറ്റ് ഫീഡ് ആണെന്നുണ്ടെങ്കിൽ ഷൂട്ടർ സൈസ് ആദ്യത്തൊക്കെ വിരിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് മാത്രമേ അവിടെ പോയിട്ട് ആ ഫീഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ ലൈഫ് ഫീഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഫീഡ് വരും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി ഫീഡ് ഇൻടേക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ലൈഫ് ഫീഡ് കൊടുക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു ചെറിയൊരു നെഗറ്റീവ് കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞു തരാം. കാരണം നമ്മൾ കൂടുതലും ഗപ്പീസ് ചില കുഞ്ഞുങ്ങളെ കൂടുതൽ കഴിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് ലൈഫ് ഫീഡ് ജന്മത്തിൽ എപ്പോഴും ലൈഫ് ഫീഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുന്ന എന്തിനേയും പോയി കഴിക്കാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇവർ ബ്രീഡായി നിൽക്കുമ്പോൾ അതിൽ കിടക്കുന്ന മറ്റ് മീനുകളൊക്കെ എന്ത് ചെയ്യുക, ഇത് മൂവ് ചെയ്യുമ്പോൾ ഇത് വന്ന് കുത്താനുള്ള ചാൻസ് വളരെ അഗ്രസീവ്നെസ് കുറച്ച് കൂടാനുള്ള ചാൻസ് കണ്ടുവരുന്നുണ്ട്. എല്ലാ വെറൈറ്റീസും ഇല്ല, ചില വെറൈറ്റീസിന് മാത്രം. അപ്പോൾ കേജ് ബ്രീഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.